ഹലോ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 22, നാളെ ഏപ്രിൽ 23. നാളെയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകേണ്ടത്. പുതിയ ആളെ വരവെക്കാൻ ആളുകൾ പറയുന്നതിൻ്റെ ഉള്ളിൽ നനങ്ങുന്നു. അപ്പോൾ നാളെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ബാഗെല്ലാം തയ്യാറാക്കി. ഇത്രയും ദിവസം എനിക്ക് ഫോൺ കൈ കിട്ടിയില്ല, കാരണം സത്യം. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കുട്ടീൻ്റെ കാര്യങ്ങൾ എടുത്ത് വെക്കാം. ഞാനൊരു ബാസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിലേക്ക് ഫസ്റ്റ് നമുക്ക് ഇടേണ്ടത് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും മുകളിലും പെട്ടെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും താഴെയായിട്ട് വെക്കുക. അതാകുമ്പോൾ അമ്മയ്ക്ക് എടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും. ഞാൻ ഇങ്ങനത്തെ സിബുള്ള ഓർഗനൈസിങ് ബാഗുകൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുഞ്ഞിൻ്റെ പിന്നെ ഒരു തോർത്ത്, ഫേസ് ടവല്, പിന്നെ കെട്ടുടുപ്പ്, പിന്നെ നമ്മൾ ക്യാപ്പ്, പിന്നെ കൈക്കിടുന്ന കാലിലും കൈക്കിടുന്ന സോക്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അത് ബേബി വന്ന ശേഷം അല്ലേ, അപ്പോൾ അത് ഏറ്റവും അടിയിൽ വെക്കാം. അതിനേക്കാൾ മുന്നേ ഞാൻ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബേബി നെയിൽ ട്രിമ്മറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. മേടിച്ചതിൻ്റെതും ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ വരും. ഇപ്പോൾ തൽക്കാലം ഇത് നമുക്ക് വെക്കാം. ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മേടിക്കണമെന്നുള്ള എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് നഖല്ലേ, പണ്ടുള്ളത് ഇങ്ങനെ കടിച്ച് കളയുക. എനിക്ക് പിന്നെ അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മേടിച്ചതാണ് കേട്ടോ. ഇതും അടിയിൽ വെക്കുക. ഇതൊന്നും പെട്ടെന്ന് ആവശ്യം വരില്ല. ഇത് ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കുന്നത്. പിന്നെയുള്ളത് ഡയപ്പറാണ്. ഇതിൻ്റെ വീഡിയോ ഓരോന്നിൻ്റെ ഷോർട്ടായിട്ട് ഞാൻ മേടിച്ചതും എന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയപ്പർ ഞാനിത് കുറേ സെർച്ച് ചെയ്തിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഡയപ്പർ ഇത് അടിയിൽ വെക്കാം. പിന്നെയുള്ളതാണ് വൈപ്സ്. ഈ വൈപ്സും വെക്കാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നത് റബ്ബർ ഷീറ്റും ഡ്രൈ ഷീറ്റുമാണ്. അത് ഇങ്ങനെ മേലെ വെക്കാം. പിന്നെ വരുന്നത് റിസീവിങ് ടവലാണ്. റിസീവിങ് ടവലും സാധാ ടവലും ഇതെല്ലാം ഓരോ ഇതിനകത്ത് ആക്കി വെച്ചാൽ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേഗം എടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് പറഞ്ഞു കൊടുത്താലും അമ്മ എല്ലാം മെസ്സായിപ്പോണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞ ശരിക്കും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചൂടെടുത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കരം ചൂട്. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് മൈക്കൊന്നുമില്ല, അപ്പോൾ സൗണ്ട് അത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ റിസീവിങ് ടവലും സാധാ ടവലും. പിന്നെ കുറേ കുട്ടിത്തുണി കീറി വെച്ചിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ പുരിയാൻ വേണ്ടി അവർ ചോദിക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതാണ്. ബാക്കി ഫുള്ള് കുട്ടിത്തുണി കീറിയതാണ്. അത് മേലെ വെച്ചത്. ഇത് പെട്ടെന്ന് ഡോക്ടർക്ക് ചോദിക്കുമ്പോൾ അവിടുന്ന് ഡെലിവറി ടൈമിൽ അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ഇതാണ് ഏറ്റവും മേലെ വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ബേബിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇതെല്ലാം നേരത്തെ മേടിച്ച് അലക്കി ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങോട്ട് അടക്കാം. വേറൊന്നുമില്ല. അപ്പോൾ ബേബീൻ്റെ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം, ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അതെല്ലാം അലക്കി ഉണക്കി വെച്ചു. ഇനി ബേബീൻ്റെത് ഇല്ലാത്തായി. ഇനി എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വേറൊരു ബാഗിനകത്താണ് എടുക്കുന്നത്. അത് കാണാം. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ബാഗ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇതിന് 500 താഴെ റേറ്റുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് കേട്ടോ. നല്ല സ്പേസ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വഴിയെ കാണുമ്പോൾ കാണാം. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എടുത്ത് വെക്കേണ്ടത് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളതെല്ലാം മേലെയും പിന്നീട് ആവശ്യം വരുന്നതെല്ലാം താഴെയും അങ്ങനെ ആക്കി വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ ഫീഡിങ് നൈറ്റിയും പിന്നെ ഫീഡിങ് ഒരു ഷോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഫീഡിങ് ഡ്രസ്സ്. ഇത് ഒരുപാടൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഒരു മൂന്നെണ്ണം അത് മേടിച്ചിട്ടുള്ളൂ. അതെനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ഒന്ന് ഞാൻ ഇട്ടിട്ട് പോകും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോകുമ്പോൾ ഇടാനോട് മേടിച്ചു. നേരെ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പം അത് ആദ്യം വെക്കാം. അത് ലാസ്റ്റിൽ ആവശ്യം വരുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ ഇങ്ങനത്തെ കവേഴ്സ് വെച്ചിട്ട് കവേഴ്സിലാണ് വെച്ചത്. പിന്നെ ആവശ്യം വരുന്നത് ഇതെൻ്റെ പുതപ്പ്. ഒരു കമ്പിളി പുതപ്പ് പോലത്തെ നേരിയ ടൈപ്പ് ഞാനിങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ മുന്നേ മേടിച്ചതാണ്. അതെനിക്ക് ഉപകാരപ്പെട്ടു. ഇതെല്ലാം അലക്കി ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വെക്കാം. പിന്നെ 2 ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്കും ഒന്ന് എനിക്കും എന്ന രീതിയിൽ 2 ബെഡ്ഷീറ്റ്. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ അമ്മയ്ക്ക് എടുക്കാനുള്ള എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ വൈറ്റ് ആണ് ഇടുക. നമ്മൾ പോയി കഴിഞ്ഞാൽ വൈറ്റ് ബനിയൻ, വൈറ്റ് മുണ്ട് പോലത്തെ സംഭവം, പിന്നെ വൈറ്റ് ഷോള്. അപ്പം അങ്ങനെ ഇതായിട്ടുള്ള ഇത് ഒരു സെറ്റ്, ഇത് രണ്ടാമത്തെ സെറ്റ്. അങ്ങനെ 2 ഇതാവും. ഒന്ന് ജസ്റ്റ് പോകുമ്പോൾ പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഏട്ടത്തിയമ്മേൻ്റെ. അപ്പം ഞാൻ 2 സെറ്റ് മേടിച്ചു.
അത് രണ്ടും രണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മേലെ വെക്കാം. അതിന് മുന്നേ തോർത്ത്, ഈ കുളിച്ചിട്ട് ഉപയോഗിക്കേണ്ട തോർത്തും പിന്നെ എൻ്റെ ടൗലും അത് വെച്ചിട്ട് നമുക്കിത് വെക്കാം. പിന്നെ ഇത് എനിക്ക് ചെറിയ മറ്റേ ടോപ്പല്ലേ, നമുക്കപ്പം വലിയ പാൻറ്റൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ടോപ്പിനടിയിൽ ഇടുന്ന ടൈപ്പ് പാൻറ്റാണ്. ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇതാണ്. ഞാൻ ഇതാണ് ഇങ്ങനത്തെ ടൈപ്പാണ് ഇടുന്നത്. അതുകൊണ്ട് അത് അടിയിൽ വെക്കാം. അങ്ങനെ പെട്ടെന്ന് ആവശ്യം വരില്ല. ഏറ്റവും കൂടുതൽ ഈ വൈറ്റ് ഡ്രസ്സ് നമുക്ക് വെക്കാം. ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം അങ്ങനെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ അവരുടേതായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവുമായിരിക്കും. ഇതാണ് ഒരുപാട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും മേലെ വെക്കാം. പിന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഫുൾ എൻ്റെ അണ്ടർകാംസ് ആണ്. ഞാൻ ഫീഡിങ് പ്രാങ്ങുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തുണി വെക്കാൻ കൊടുക്കേണ്ടത് അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് വേഗം എടുത്തിട്ട് കൊടുക്കാം. സെപ്പറേറ്റ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അത് സൈഡിൽ വെക്കാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോയ്ലറ്ററി ഓർഗനൈസ് ആണെന്ന് പറയാം. ഇതിനകത്ത് എൻ്റെ എന്താ പറയുക, പേസ്റ്റ്, സോപ്പ്, കുളിസോപ്പ് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. അതല്ലേ, കുളിസോപ്പിൻ്റെ അകത്ത് എൻ്റെ ഫേസ് വാഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. ഹോസ്പിറ്റലിലേക്കാകുമ്പോൾ ഞാൻ വെച്ച് കാണുന്നത് ടങ് ക്ലീനർ ഇതും. ഇനി പേസ്റ്റ് വെക്കാനുണ്ട്. നാളെ രാവിലെ പഠിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാൻ വെച്ചു. പിന്നെ ഇതിനകത്തൊക്കെ ആയിട്ട് കുറച്ച് പിന്നെ ക്ലിപ്പ്, പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ സാധനങ്ങൾ അതെല്ലാം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എവിടെ പോകുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതും ഈ സൈഡിൽ വെക്കാം. പിന്നെ പാഡാണിത്. 2 വലിയ കവർ പാഡ് മേടിച്ചു. കോൺഫിഡൻ്റ് ആണ് സാധാരണ പീരിയഡ്സ് ഒക്കെ ആകുമ്പോൾ ഉപയോഗിക്കുന്നത്. എനിക്ക് അതാണ് കംഫർട്ടബിൾ. അതിൻ്റെ എക്സൽ ആദ്യം കിട്ടിയില്ല. ഒരു നോർമൽ വാങ്ങി പിന്നീട് തപ്പിപ്പിടിച്ചിട്ട് എക്സൽ കിട്ടി. അങ്ങനെ 2 കവർ. അത് മേലെ തന്നെ വെക്കാം. ആവശ്യം വലിയ എന്നാലും മേലെ വെക്കാം. ഈ ഭാഗത്ത് അതാണ് ഒന്ന് മാത്രം മേലെ വെക്കാൻ തോന്നും. അതിൽ എടുക്കില്ല. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഫയലാണ്. ഈ ഫയലിൽ നമ്മുടെ ഡോക്ടറെ കാണിച്ച എല്ലാ പേപ്പേഴ്സും, ഫസ്റ്റ് മുതലേ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ പേപ്പേഴ്സും, പിന്നെ സ്കാനിങ് റിപ്പോർട്ട്, ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുള്ള ഫയൽ എടുത്ത് വെക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ റേഷൻ കാർഡ്, ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന GSS അങ്ങനെ എന്താണെന്ന് പറയാം. ഇതാകുമ്പോൾ നമുക്ക് എനിക്കും പിന്നെ കുഞ്ഞിന് 1 വയസ്സ് വരെയും ഇതിനകത്ത് ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ കാണിക്കാനാണ്. പിന്നെ അമ്മയും കുഞ്ഞും നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് കിട്ടുന്ന TT അടിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടീൻ്റെ പിന്നെ എല്ലാ വിവരങ്ങളും അവരുടെ കുത്തിവെപ്പിൻ്റെ എല്ലാം ഇതുള്ളത് ഇതും ഇതിനകത്ത് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം മറക്കാതെ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫയലും കൂടി ഇതിനകത്ത് വെക്കാം. പിന്നെ രണ്ടാമത്തെ ഈ പാഡ് നമുക്ക് ഈ സൈഡിൽ വെക്കാം. ആ സൈഡിൽ തന്നെ ഇതെന്ന് വെച്ചാൽ പാത്രം കഴുകുന്ന സോപ്പ്, അലക്ക സോപ്പ്, പിന്നെ അതിൻ്റെ പാത്രം കഴുകുന്ന മറ്റേ എന്തായാലും അറിയാമോ, സ്ക്രബ്, അതും നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഇതെല്ലാം ഹോസ്പിറ്റൽ അത്യാവശ്യമാണല്ലോ. പിന്നെ ചാർജർ 2 വെക്കുന്നത്, ഒന്ന് എൻ്റെത്, ഒന്ന് അമ്മേൻ്റെത്. ഞാൻ പിന്നെ നേരെ വീട്ടിലേക്കാണല്ലോ പോവുക, അങ്ങോട്ടൊക്കെ എല്ലാം വരാം. അപ്പം ചാർജർ, മാസ്ക് ഒരു സൈഡിൽ വെക്കാം. പിന്നെ ഉള്ളത് ഇതെൻ്റെ പേഴ്സണൽ മേക്കപ്പ് കിറ്റ് എന്നൊക്കെ പറയും. മേക്കപ്പ് കിട്ടൊന്നുമില്ല, എൻ്റെ ബോഡി ലോഷൻ, മുടിക്കിടുന്ന സംഭവങ്ങൾ, കൺമഷി, പൊട്ട്, ചാർജ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുള്ളത്. അത് നമുക്ക് ഈ സൈഡിൽ വെക്കാം. പിന്നെ ഈ വെള്ള 2 റിബൺ പോലെ മുന്നിൻ്റെ സൈഡിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക്
ഡെലിവറി കയറുമ്പോൾ 2 ഭാഗത്ത് മുടി കെട്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ്. വൈറ്റ് ഇടുന്നതുകൊണ്ട് വൈറ്റ് കളർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2 ഭാഗത്ത് മുടി കെട്ടിയിട്ട് വെക്കേണ്ട സംഭവം നേരത്തെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൈഡിൽ വെക്കാം. ഇത് അവിടെ നിന്ന് അവർ ചോദിക്കുമെന്നാണ് പറയുന്നത്. കെമിക്കൽ മരുന്നുണ്ട്, സോപ്പും ഒരു എണ്ണയും. അത് ചെറുത് മതി. ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം, അറിയില്ല. എന്നാലും ഇത് നേരത്തെ മേടിച്ച് വെച്ചു. അത് ഈ സൈഡിൽ വെക്കാം. പിന്നെ എക്സ്ട്രാ എടുക്കുന്നതാണ് ഈ പത്രപേപ്പർ. ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും ജസ്റ്റ് കയ്യിൽ വെക്കാം. പിന്നെ 2 കവർ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. എക്സ്ട്രാ വേറെ തുണിയോ നമ്മൾ അയച്ചു വെക്കുന്ന തുണിയെല്ലാം വേണ്ടി ഇതിലൂടെ തന്നെ വെക്കണ്ടല്ലോ, അപ്പോൾ സെപ്പറേറ്റ് വെക്കാൻ വേണ്ടി എക്സ്ട്രാ 2 കവറും പത്രപേപ്പറും എടുക്കുന്നുണ്ട്. അത് ഈ സൈഡിൽ വെക്കാം. പിന്നെ വേണ്ടതാണ് ഇങ്ങനത്തെ ഒരു ബക്കറ്റ്. ആവറേജ് ഉള്ള ബക്കറ്റും കപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ബാക്കിയുള്ള ടിഫിനും മറ്റതെല്ലാം വേറൊരു ബാഗിൽ. അമ്മേൻ്റെ ഡ്രസ്സും ഫ്ലാസ്ക്, 2 തരം ഫ്ലാസ്ക്, കുപ്പി, പാത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറൊരു ബാഗിനകത്താണ് വെച്ചിട്ടുള്ളത്. അമ്മേൻ്റെ ബാഗിനകത്താണ്. അമ്മേൻ്റെ ഡ്രസ്സും അതെല്ലാം അതിനകത്താണ് വെച്ചിട്ടുള്ളത്. ഈ ബാഗിനകത്ത് എൻ്റെതും കുഞ്ഞിൻ്റെതും കുട്ടീൻ്റെതും. ഈ ബക്കറ്റ് കൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ചെറിയ ഇത്ര ഒരു വലിപ്പമുള്ള ബക്കറ്റ് ഉണ്ട്. അത് 2 എണ്ണം വേണം വേസ്റ്റ് ഇടാനായിട്ട്. അത് നമ്മൾ തന്നെ മേടിച്ചിട്ട് പോക്കാം. ഓപ്പറേഷൻ ഇപ്പോൾ അത് ഡെലിവറിക്ക് മാത്രമല്ല, കണ്ണ് ഓപ്പറേഷൻ ആണെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അങ്ങനെ മേടിക്കേണ്ടി വന്നിനി. കണ്ണ് ഓപ്പറേഷൻ ആയാലും പിന്നെ വേറെ എന്ത് ഓപ്പറേഷനോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ 2 എണ്ണം വേണം. അത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അടുത്തെടുത്ത് മേടിക്കാന്ന് വെച്ചാൽ നേരത്തെ കാലത്ത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പേഴ്സിൻ്റെ അകത്താണ് എൻ്റെ ആധാർ കാർഡ്, ID കാർഡ്, അങ്ങനെയുള്ളതെല്ലാം എടുക്കാൻ മറക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണുള്ളത്. അത് ഫയലിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ബേബീൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, കണ്ടമാൻ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ ഉള്ളത് പാത്രവും മറ്റേ ഉള്ളതെല്ലാം എന്താ പറയുക, ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഫ്ലാസ്ക്, പാത്രങ്ങൾ, അതെല്ലാം വേറൊരു ബാഗിൽ. അമ്മേൻ്റെ ഡ്രസ്സ് അത് ഞാൻ കാണിക്കുന്നില്ല, എല്ലാം കൂടി ഇത് കാണിക്കാനുള്ളത് ഇല്ലാത്തതുകൊണ്ട് അത് വേറെ ഇല്ലാത്താണ് കേട്ടോ. അപ്പോൾ ബക്കറ്റ് അത്യാവശ്യം വേണ്ട ബക്കറ്റ്, കപ്പ്, ഇതും പിന്നെ ഹാൻഡ് ബാഗ്. പിന്നെ ഏറ്റവും കൂടുതൽ മറക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫയലും കാര്യങ്ങളും. അത് പിന്നെ ബേബി ബാസ്ക്കറ്റിൽ ബേബീൻ്റെ അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ. പിന്നെ ഈ ബാഗിൽ എല്ലാ അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ. ഇത്രയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലുള്ളത്. വെരി സിമ്പിൾ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് ഓർണമെൻറ്റ്സ് ഒന്നും പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാം ഊരി വെച്ച്, ഇതെല്ലാം പിന്നെ ഓർണമെൻറ്റ്സ് ഫുൾ ഊരി വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ വള ഇതെല്ലാം മാറ്റണം. ഇപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ പോകുന്നതാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ഊരി വെച്ചിട്ട് വേണം പോകാൻ. ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.